നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന അപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്ന കൈയുടെ മേൽ അപ്പാന് പിടിക്കുന്നു, പിന്നെ കൈ വിടുന്നു. അപ്പൊ അതൊക്കെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുമ്പോൾ എനിക്ക് ടു ബി ഹോണസ്റ്റ് ഒരു അതിര് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൻസിന്റെ ചാച്ചന്റെ ഓട്ടോയും ഈ അടുത്ത കാലത്തൊന്നും എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോകുന്നില്ല എന്ന്. കാരണം അവർ കൊടുത്തോണ്ടിരുന്ന കണ്ടിന്യൂസ് ഇന്റർവ്യൂസിലൊക്കെ തന്നെ അനുമോളെ താറടിക്കുന്ന രീതിയിലും പുള്ളിക്കാരി വളരെയധികം നല്ലൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അധികമായിട്ടും അപ്പാനി വിഷയം, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ അങ്ങനെ കാണരുത്, ഞങ്ങൾ എങ്ങനെ കാണരുത് എന്നൊക്കെയാണ് അവർ അവരുടെ ഇന്റർവ്യൂവിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ അടുത്തൊരു വീഡിയോ പുറത്തിറങ്ങുകയുണ്ടായി. ആ വീഡിയോ ഇപ്പം മുക്കി ഒരുപാട് ചാനൽസിലുണ്ടായിരുന്നു. എല്ലാ ചാനൽസും ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. കാരണം എന്താണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും ആ വീഡിയോന്റെ ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കാം. ഈ വീഡിയോ കണ്ട സമയത്താണ് ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിനൊരു മിനിമം നിലവാരം വേണം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മ വന്നത്. ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കാണാം, പെറ്റിക്കോട്ടൊന്നും ഇട്ടിട്ടില്ല അല്ലേ. എന്നിട്ട് അപ്പാനി വളരെ കൃത്യമായിട്ട് ബിൻസിയുടെ ഇടുപ്പിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അത് പിടിച്ചിട്ട് കൈയെടുക്കുന്നുണ്ട്. ഈ വീഡിയോ പകർത്തിയ ആള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഒരു ഒളിക്യാമറയൊക്കെ വെക്കുന്ന ആ ഒരു പ്രതീതിയോട് കൂടിയൊക്കെയാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ആ വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ബിൻസിയുടെ ഇടുപ്പിൽ അപ്പാനി കുറച്ചു നേരം കൈ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുന്നതൊക്കെ. ഇനിയാണ് നമ്മൾ മെയിൻ പോയിന്റിലോട്ട് വരുന്നത്. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ ഇവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ നിപ്പ്, ഭാവം, പെരുമാറ്റം, പിടുത്തം, കളി ഇതെല്ലാം കാണുന്ന സമയത്ത് ഒരു ആക്ച്വൽ ഫ്രണ്ട്സിനെ പോലെ ഫീൽ ചെയ്യുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ബി ഹൗസിൽ അനുമോള് പറഞ്ഞ അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്നുള്ളത് ഇവരുടെ പെരുമാറ്റം കൊണ്ട് ഇവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ഇനി ബിൻസി അനുമോളുടെ അടുത്ത് കത്തിക്കയറുന്ന ചില രംഗങ്ങളെല്ലാം ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഉണ്ടായിരുന്നു ആ ഒരു റീ എൻട്രി സമയത്ത്. എന്തായാലും ആ വീഡിയോന്റെ ചെറിയൊരു ഭാഗം കൂടെ കണ്ടേക്കാം. അതും തമാശയായിട്ട് എടുത്തോളെ, സ്വന്തം കാര്യം ഒരു മനുവിനല്ലോ. അങ്ങനെ ഞാൻ പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അപ്പാനെ കുറ്റം പറയില്ല. അപ്പാനെ ഇരിക്കുമ്പോ നീ അപ്പാൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നതും അപ്പാനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നല്ല. അവിടെ നീ അപ്പാനെ ഒരു ഫാമിലി ആയിട്ടുള്ളതാണ്. നമുക്ക് പുറമെ തോന്നുമ്പോ നീ ഇവിടെ അനുമോള് പറയുന്ന ഈ ഒരു കാര്യം, അപ്പാനിക്കൊരു ഫാമിലി ഉണ്ട്, ബിൻസിക്ക് ഫാമിലി ഇല്ല. പിന്നെ ഈ ഫാമിലി ഇല്ലാത്ത രണ്ടുപേര് ഫ്രണ്ട്സ് ആവുന്ന സമയത്ത് കെട്ടിപ്പിടിക്കാത്ത ഓളത്ത് കേട്ട് ഒന്നും ഒരു സീനുള്ള വിഷയമേ അല്ല. പക്ഷെ അതൊരു ഫാമിലി മാനിലോട്ടോ അല്ലെങ്കിൽ ഒരു വുമണിലോട്ടോ വരുന്ന സമയത്ത് അവർ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട്, അതും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പരിചയമായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്രയും ഇന്റിമസിയോട് കൂടി പെരുമാറുക, കയ്യിൽ കയറി പിടിക്കുക, ഡബിൾ മീനിങ് കമന്റ് കാര്യങ്ങളൊക്കെ പറയുക, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ ഒരു മാരേജ് ആയിട്ടുള്ള മെന്നാവട്ടെ വുമൺ ആവട്ടെ അവരെ മറ്റൊരു സ്ത്രീയോ പുരുഷനുമായിട്ട് കമ്പയർ ചെയ്ത് ഡബിൾ മീനിങ് അടിച്ചിട്ട് ഇങ്ങനെ കളിയാക്കി കൂട്ടത്തിലിരുന്ന് ചിരിക്കുക, ഇതെല്ലാം കാണുന്ന സമയത്ത് പുറമെ ഒരു സ്ത്രീയുടെ ആവട്ടെ പുരുഷന്റെ ആവട്ടെ പുറമെ നിൽക്കുന്ന അവരുടെ ഫാമിലിയിലുള്ള ഭാര്യയോ ഭർത്താവോ മക്കളോ അവരുടെ ഫാമിലിയോ അത് ആ ഒരു സെൻസിൽ എടുത്തുകൊള്ളണമെന്നില്ല. അത് അവരുടെ ഭാവി ജീവിതത്തിനെ ഗുരുതരമായി തന്നെ ബാധിക്കും. ഈ ഒരു കാര്യമാണ് അനുമോൾ അവിടെ വ്യക്തമായിട്ട് ബിൻസിയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ എനിക്ക് പുറത്തൊരു ഫാമിലി ഉണ്ട്, ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഇത് ബിഗ് ബോസ് ഹൗസിനകത്ത് അവർ ടെലിവിഷനിൽ കാണുന്ന സമയത്ത് പുറമെ ആളുകൾ അത് വിലയിരുത്തുന്ന സമയത്തൊക്കെ ആ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് അത് വല്ലാതെ ഹേർട്ടാവും. ഒരുപക്ഷെ അവരുടെ ഭാവി ജീവിതത്തിന് അത് ദോഷവും ചെയ്തേക്കാം. ഈ ഒരു കാര്യം വളരെ പക്വതയോടുകൂടിയാണ് അനുമോള് പറയുന്നത്. പക്ഷെ ബിൻസിക്ക് അതൊന്നും തലയിൽ കയറുന്നില്ല. അവരപ്പം ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ജനനം തൊട്ട് ആ ഒരു നിമിഷം വരെ അവർ ഒരുമിച്ച് കളിച്ചു വളർന്ന പ്രതീതിയിലാണ് അവരുടെ സുഹൃത്ത് ബന്ധം ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് പൂത്തുലഞ്ഞത്. ആളുകൾക്ക് ശരി ഏത് തെറ്റേതെന്ന് വേർതിരിച്ചു കൊടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ കുലസ്ത്രീ പട്ടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു 90% സ്ത്രീകളും ആ ഒരു പട്ടം അലങ്കരിക്കേണ്ടി വരും. ഇവിടെ എന്താ വെച്ചാൽ സന്ദർഭങ്ങൾക്കനുസരിച്ചും സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും ആൾക്കാരുടെ അഭിപ്രായത്തിലും വേരിയേഷൻസ് ഉണ്ടാവും. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയിലും ആര്യനും അവിടെ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയ സമയത്തും കെട്ടിപ്പിടിച്ച സമയത്തും ഈ ഒരു പുതപ്പിന്റെ ഇടയിലെ വിഷയം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും അവിടെ കണ്ടിരുന്ന ആളുകളും പുറമെ കണ്ടിരുന്ന ആളുകളും കംഫർട്ടബിൾ ആയിരുന്നു. ബിക്കോസ് അവർക്ക് വേറെ പുറമെ ഒരു ഫാമിലിയോ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ അപ്പാനിന്റെ വിഷയത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ സന്ദർഭം മാറി, സാഹചര്യവും മാറി. അപ്പൊ അപ്പാനിയുടെ കേസ് എടുക്കുന്ന സമയത്ത് ബിൻസിന്റെ കൂടെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ രണ്ടുപേര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് സുഹൃത്ത് ബന്ധമാണോ വേറെ എന്തെങ്കിലും ബന്ധമാണോ എന്നുള്ളതൊക്കെ അവരുടെ ആ ഒരു പെരുമാറ്റം കാണുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാക്കാനും വേണ്ടി പറ്റും. ഇനി ഇതിനെ കുറിച്ച് മസ്താനി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കൈയുടെ മേൽ അപ്പാന് പിടിക്കുന്നു, പിന്നെ കൈ വിടുന്നു. അപ്പൊ അതൊക്കെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുമ്പോൾ എനിക്ക് ടു ബി ഹോണസ്റ്റ് ഒരു അതിര് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു.
മസ്താനി പറഞ്ഞതിലും കാര്യമില്ലായ്മൊന്നുമില്ല. അവരുടെ പെരുമാറ്റവും കളികളും ഒക്കെ കണ്ട സമയത്ത് അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ അപ്പുറത്തേക്ക് എന്തോ ആണെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതെല്ലാം കണ്ടതിനു ശേഷം ആർജെ മിൻസി വീണ്ടും ന്യായീകരിക്കാൻ മതിയാവും. ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന്റെ ഇടുപ്പിൽ തൊട്ടാൽ എന്താ, തോളത്ത് കൈയിട്ടാൽ എന്താ, കെട്ടിപ്പിടിച്ചാൽ എന്താണ് എന്നൊക്കെ ചില മോഡേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഫീലിങ്സിൽ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത്, മാറ്റങ്ങൾ കാണുന്ന സമയത്ത് ആളുകൾക്ക് അത് ഫ്രണ്ട്ഷിപ്പായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ബിൻസി സ്വന്തം ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ചാച്ചന്റെ ഓട്ടോയും കൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും എയറിലിറങ്ങണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. അതാണ് ബെറ്റർ പ്ലേസ്.